ഫിയർ ഓഫ് ഫെയിലിയർ ആണ് ഈ കോഴ്സസ് എടുക്കുന്നതിൽ നിന്നും പിള്ളേരെ തടയുന്നത്. എല്ലാവരും പാസ്സാണെങ്കിൽ പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. അതെ അതെ അതെ. വൈ ഇറ്റ് ഇസ് പ്രസ്റ്റീജിയസ്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ്സോടെ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ബിക്കോസ് യു ആർ എ ടഫ് പേഴ്സൺ. മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ഫിനാൻസ് പ്രൊഫഷണൽസിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കിയതാണ്. ഒരു കുട്ടി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലും പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് എന്താണെന്നുള്ളത് ഒരു സമ്മറൈസ്ഡ് ആയിട്ടാണെങ്കിലും നോക്കാം. ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് Day 1 ഓൺവേർഡ്സ് അവർക്ക് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. എലാൻസ് ലേണിംഗിലെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഹിജാസ് ഹാഷിം CMA ACCA, ഹബീബ് റഹ്മാൻ FCCA, CA ശേഷാദ്രി എന്നിവരാണ്. വെൽക്കം. +2 കഴിഞ്ഞിട്ട് കുട്ടികൾ ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യുന്നൊരു കോഴ്സാണ് ഇപ്പോൾ ACCA എന്ന് പറയുന്നത്. CA നമ്മൾ പണ്ടേ അറിയുന്നതാണ്, CMA പണ്ടേ അറിയുന്നതാണ്, പണ്ടത്തെ ICW. ACCA ഇപ്പോൾ ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ACCAയിലേക്ക് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത് അധികം? ACCAയിൽ നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. അത് സ്റ്റഡീസിലാണെങ്കിലും വർക്കിംഗ് ടൈമിലാണെങ്കിലും ഇൻറ്റേൺഷിപ്പൊക്കെ നേടിയെടുക്കാനൊക്കെ വേണ്ടി നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ACCAയുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 13 പേപ്പേഴ്സ് ആയിട്ടാണ്. നമുക്ക് നമ്മുടെ സമയത്തിനും നമ്മുടെ സ്റ്റഡി പാറ്റേണൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോരോ പേപ്പറായിട്ട് എഴുതാം. കമ്പയർഡ് ടു CA ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറിലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. നമുക്കൊരു ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ സ്റ്റഡീസിൻ്റെ കൂടെയോ സ്റ്റഡീസ് കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഓൾറെഡി മുന്നെയോ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി കുട്ടികൾ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫ്ലെക്സിബിലിറ്റി മാത്രമാവണോ ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മാത്രമാവണോ, അതെയോ അവരുടെ കരിയറിനോടുള്ള താല്പര്യമോ, അല്ലെങ്കിൽ എന്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് കുട്ടികൾ ചൂസ് ചെയ്യേണ്ടത് കോഴ്സ്? ഡെഫിനറ്റ്ലി ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല നോക്കേണ്ടത്. ഫ്ലെക്സിബിലിറ്റി വൺ ഓഫ് ദി റീസൺ ആയിട്ടാണ്. കാരണം ഇതിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യുന്നത് ഇത് ഏത് മേഖലയിലോട്ടാണ്. ഇപ്പം CA പഠിച്ചാലും ACCA പഠിച്ചാലും CMA പഠിച്ചാലും കുറേ സ്കോപ്പ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോമേഴ്സ് ആണെന്നാണ് ആദ്യം കുട്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പം കോമേഴ്സ് എന്താണെന്ന് കുട്ടികൾക്ക് അറിയണം. ഇപ്പോൾ +1 +2 പഠിക്കുന്ന കോമേഴ്സ് സെലക്ട് ചെയ്ത കുട്ടികൾ കുറച്ചുകൂടി ഐഡിയ ഉണ്ടാവും. കോമേഴ്സ് സ്ട്രീം അല്ലാത്തവർ ഈ കോമേഴ്സ് സ്ട്രീമിലുള്ളവരോട് സംസാരിക്കണം, ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. പാരൻസിന് ഒത്തിരി പണ്ടൊക്കെ നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള CA ACCA ആൾക്കാരൊക്കെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ACCAയും CMAയും CA ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല നമ്പേഴ്സ് പ്രാക്ടീസിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക, കുട്ടികളോട് അവരുടെ താല്പര്യങ്ങൾ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഷെയർ ചെയ്ത വർക്കിൻ്റെ ഏരിയയിൽ ഈ കുട്ടികൾക്ക് അത് താല്പര്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്നിട്ടൊക്കെ ആയിരിക്കണം ഇത് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾക്കറിയാം CA ഭയങ്കര ടഫാണെന്നൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. CA ഭയങ്കര ടഫാണ് പഠിക്കാൻ. ശേഷാദ്രി CA കഴിഞ്ഞ ആളാണ്. എത്രമാത്രം പോസിബിൾ ആണ് കുട്ടികൾക്ക് CA പഠിക്കുക എന്നുള്ളത്? CA ഇസ് നോട്ട് ടഫ് ബട്ട് ഇറ്റ് ഇസ് മെൻ ഫോർ ടഫ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രോവർബാണ്. അത് 100% തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റുന്നൊരു പ്രോവർബാണ്. ബിക്കോസ് CA ടഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനോട് ഫുള്ള് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ബിക്കോസ് നത്തിങ് ഇസ് ഇമ്പോസിബിൾ, റൈറ്റ്? നിങ്ങൾ ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ആൻഡ് സ്മാർട്ട് ഇനഫ് ആൻഡ് സീരിയസ് ഇനഫ് ഇൻ സ്റ്റഡീസ് യു ക്യാൻ വെരി വെൽ ക്രാക്ക് ഇറ്റ്. ഇപ്പോൾ ഈ CA ടഫ് എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് അതിനൊരു പാസ് പെർസെൻറ്റേജിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഫ്രം 15 to 20%. ഈവൻ ഇൻ്റർ ആണെങ്കിലും 15 to 20. ആ ഒരു 15% മുതലേക്ക് 20% ആണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ്. പ്ലീസ് ഡോണ്ട് ഫോക്കസ് ഓൺ ദാറ്റ് പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് നമുക്ക് തരണമെന്നില്ല. സോ ഇതൊക്കെ കൊണ്ടാണ് ഇവർ CA ടഫ് എന്ന് പറയുന്നത്. ബട്ട് at the end of the day it is not tough. You have to be tough enough to tackle this course. CA ആണെങ്കിലും ACCA ആണെങ്കിലും അക്കൗണ്ടൻസി ബേസ്ഡ് കൂടുതലായിട്ട് ജോബ് വരുന്നതാണ്. CMA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ബേസ്ഡ് ജോബ്. CMA പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. CMA USA ആണ് ആക്ച്വലി നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കോഴ്സ്. CMA USAൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വിക്ക് കംപ്ലീഷനാണ്. അതായത് ഒരു 1 to 1.5 ഇയേഴ്സിനുള്ളിൽ വെറും 2 എക്സാമിനേഷൻ എഴുതിയിട്ട് CMA USA ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ എടുക്കേണ്ടത് ഇപ്പോൾ ഒരു ജോബിന് ഓൾറെഡി കയറിയിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അവർ ഒരു ഹിൻഡ്രൻസ് ഫീൽ ചെയ്യുന്നു, അവർ ജോബിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രൊമോഷനിൽ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു നല്ലൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഈ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അറൗണ്ട് 150+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് കൊടുക്കുന്ന ഈ CMA USA എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് 1 to 1.5 ഇയേഴ്സിനുള്ളിൽ
നോ ഹിൻഡ്രൻസ് ഇൻ യുവർ പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് CMA USA ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. +2 കഴിഞ്ഞ കുട്ടികൾ CMA ഓപ്റ്റ് ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? CMA USA ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഗ്രി മാൻഡേറ്ററി ആണ്. ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ട്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും CMA USA എക്സാമിനേഷൻ എഴുതാം, പാസ്സാവാം, പഠിക്കാം. പക്ഷേ വൺസ് പാസ്സായതിനു ശേഷം അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യണം, 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും സബ്മിറ്റ് ചെയ്യണം. എന്നാലേ അവർ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവുന്നുള്ളൂ. ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു 1 to 1.5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു ജോബിലോട്ട് എത്തണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് അഡ്വാൻറ്റേജ് ആവുന്നത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമോ പെട്ടെന്ന് കരിയറിലോട്ട് എനിക്ക് എത്തണം എന്ന് ഫീൽ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഓൾറെഡി ജോബിലുള്ള ആളുകൾക്കോ ഇത് വളരെയധികം ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാസ്സാകാൻ വേണ്ടി പറ്റും. ഇപ്പം CMAക്ക് നമ്മൾ സർട്ടിഫൈഡ് ആവണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. എക്സാക്ട്ലി. ACCAക്കോ CAക്കോ അങ്ങനെ ഒരു മാനദണ്ഡമില്ല. ഡിഗ്രി പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ചെയ്യുമ്പോൾ? ACCA എന്ന് പറഞ്ഞ കോഴ്സ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 13 പേപ്പേഴ്സ് എക്സാംസ് ഉണ്ട്, 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് ഇടണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ മെമ്പർ ആകും. പക്ഷേ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ MNCസിലായിരിക്കാം അല്ലെങ്കിൽ എബ്രോഡ് ആയിരിക്കാം. എബ്രോഡ് പല കൺട്രീസിലും യൂണിവേഴ്സിറ്റി പ്രോഗ്രാം നമ്മുടെ വിസ പ്രോസസ്സിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷനും നമുക്ക് എപ്പോഴും കയ്യിൽ വേണം. നമ്മൾ ഇവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ പ്രോഗ്രാമും നമ്മൾ കൂടെ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വിസ പ്രോസസ്സിന് വേണ്ടിയിട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ കോഴ്സ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഈസി ആയിരിക്കും അല്ലെ? ഒരു BCom അല്ലെങ്കിൽ BA കൂടെ എടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരു CU ACC ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം BCom നമ്മൾ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ഒക്കെയാണ് കണ്ടക്ട് ചെയ്യാറ്. അത് തന്നെ വെച്ച് കുട്ടികൾ എക്സാംസ് എഴുതുന്നത് നല്ല ഈസിലി അവർക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ പഠിക്കുന്ന സിലബസിൻ്റെ CA ACC പഠിക്കുന്ന സിലബസിൻ്റെ അറൗണ്ട് ഒരു 20% പോലും സിലബസ് നമ്മുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ CMA USൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കോഴ്സ് ജോലിയിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് +2 കഴിഞ്ഞ് ട്രെയിനേക്കാൾ നല്ലത് ജോലിയിലിരിക്കുന്നവരായിരിക്കും CMA US. മറ്റവർക്ക് നല്ലത് ACCO CE ഒക്കെ പോലെയുള്ളതെന്ന് പറഞ്ഞു. ACCA പക്ഷേ പേപ്പർ വൈസ് ക്ലിയർ ചെയ്യാവുന്നതാണെന്നും മുഴുവൻ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ജോലി കിട്ടും എന്നും കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഈ ജോലി എന്നുദ്ദേശിക്കുന്നത് ഇൻറ്റേൺഷിപ്പും നമ്മുടെ ഒരു ബേസ് ആർട്ടിക്കിൾഷിപ്പൊക്കെ പോലെയുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ് നമ്മൾ ആക്ച്വലി പാർട്ട് ക്വാളിഫൈഡ് ആയിട്ട് ചെയ്യുന്നത്. പാർട്ട് ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് ജോബ്സ് ഒരുപാട് അവൈലബിൾ ആണ്. ബട്ട് ഒരു പാർട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് എത്രത്തോളം ഗ്രോത്ത് പ്രോഗ്രഷൻ ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറ്, ഒരു 13 പേപ്പറിൽ ഒരു 9-10 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആകുമ്പം ഒരു ആർട്ടിക്കിൾഷിപ്പ് എടുക്കുക. അത് തന്നെ നമ്മുടെ ബിസി സീസൺ, ഇതിലൊരു സീസൺ സൈക്കിൾ ഉണ്ട് ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷനിൽ. ആ ബിസി സീസണിൽ ഒരു 6 to 8 മന്ത്സിൻ്റെ ഒരു ആർട്ടിക്കിൾഷിപ്പ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങളുടെ ബാക്കിയുള്ള പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഫുൾ ടൈം ജോബിന് എന്ത് ചെയ്യുക, കയറുക എന്നുള്ളതാണ്. അല്ലാതെ പാർട്ട് ക്വാളിഫൈഡ് മാത്രം പഠിച്ച് ജോബിന് കയറി കഴിഞ്ഞാൽ ഇനീഷ്യൽ ജോബ്സ് കിട്ടും, ഇനീഷ്യൽ റോൾസ് കിട്ടും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ പ്രോഗ്രഷനും പ്രൊമോഷൻസൊക്കെ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഒരു ഫുള്ളി ക്വാളിഫൈഡ് തന്നെയാണ് അതിൻ്റെ ഒരു വാല്യൂ ഉള്ളത്. ACCA ആരാ അവാർഡ് ചെയ്യുന്നത് ശരിക്കും? ACCA ആ സർട്ടിഫിക്കേഷൻ എന്താണ്? ACCA CMA ഇങ്ങനെയുള്ള എല്ലാ കോഴ്സസും ഇതിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ് അവാർഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ACCയുടെ ബോഡി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻ്റ് ആണ്. 1904 UK ബേസ്ഡ് ആയിട്ടാണ് ഈ അസോസിയേഷൻ രൂപപ്പെട്ടുള്ളത്. ഇപ്പം ടോട്ടൽ 180+ കൺട്രീസിൽ ഇവരുടേതായ അസോസിയേഷൻസും MOUs ഉണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ ഓഫീസ് സെറ്റ് ചെയ്തത് UAE-ലാണ്. ആ UAE-ൽ തുടങ്ങാനുള്ള കാരണം ഇറ്റ് വാസ് ഓൾറെഡി എൻ്റെ ബോഡി ACC എന്ന ബോഡിയുമായിട്ട് UAE-യുടെ AAA ഓഡിറ്റ് അസോസിയേഷന് ഓൾറെഡി MOUs ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഡയറക്റ്റ്ലി അവരുടെ ഒരു കുഞ്ഞ് എക്സാം എഴുതിയാൽ തന്നെ അവരുടെ ബോഡിയിലോട്ട് മെമ്പർഷിപ്പ് കിട്ടുവാണ്, അവിടെ വർക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻസ് കിട്ടുവാണ്. CMA ആരാ അവാർഡ് ചെയ്യുന്നത്? ഇന്ത്യക്കും CMA ഉണ്ട് അല്ലേ? CMA US ആരാ അവാർഡ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ മേജർ കൺട്രീസിനും ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിക്കും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ ചാർട്ടർ അക്കൗണ്ടൻസി ബോഡിയാണ് CA പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ CMA പ്രൊവൈഡ് ചെയ്യുന്നതും ICAI ആണ്, പക്ഷേ ഡിഫറെൻറ്റ് നെയിം, ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. സിമിലർലി US ബേസ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ ബോഡിയാണ് IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്. ഇവരാണ് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, CMA പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ US-ൽ CA ഉണ്ട്, ഇറ്റ് ഇസ് നോൺ ആസ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് US ബേസ്ഡ് ആയത് കൊണ്ട് തന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ
വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ACCAക്ക് ഇന്ത്യയിൽ ഓഡിറ്റിങ്ങിനുള്ള പവർ ഇല്ല, CAക്കാർക്ക് ഓഡിറ്റിങ്ങിനുള്ള പവർ ഉള്ളൂ. എന്താണ് അതിന്റെ ഒരു ആ ഡിഫറൻസ് എന്താണ് ACCA CA ചെയ്യുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ റോളില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ് ഉണ്ട്. ലൈക്ക് അതിലൊരു ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, ഫോറൻസിക് ഓഡിറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം, ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം നമ്മുടെ കമ്പനികൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്. അത് സർട്ടിഫൈ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഇന്ത്യൻ CSന് മാത്രമേ നിലവിൽ ഇവിടെ പറ്റത്തുള്ളൂ. അതിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് ശേഷം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതായത് നിയമത്തിന്റെ അടിയിൽ വരുന്ന ഒരു ഓഡിറ്റ്. കമ്പനി, എല്ലാ കമ്പനി, ഈവൻ ചെറിയ കമ്പനി ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഓഡിറ്റ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഷുഡ് ഗീവ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഇപ്പോൾ അത് കമ്പനി ഓഡിറ്റ് എന്ന് പറയും. അതേപോലെ ഇൻകം ടാക്സിൽ വി കോൾ ഇറ്റ് ആസ് ടാക്സ് ഓഡിറ്റ്. അതേപോലെ GST വി കോൾ ഇറ്റ് ആസ് GST ഓഡിറ്റ്. ഇങ്ങനെ പലതരം ഓഡിറ്റ് ഉണ്ട്. GST ഓഡിറ്റ് ഇസ് കവേർഡ് അണ്ടർ GST ആക്ട്. ടാക്സ് ഓഡിറ്റ് ഇസ് കവേർഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. കമ്പനി ഓഡിറ്റ് ഇസ് കവേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്. അതേപോലെ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റ് ഓഡിറ്റ് ഉണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിന് ഓഡിറ്റ് ഉണ്ട്. ഈ ഓഡിറ്റുകളെല്ലാം ചെയ്യാൻ ഇൻ ഇന്ത്യ ഓൺലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹാവിങ് വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ആർ അലൗഡ് ടു ഡു ദിസ്. ആൻഡ് അവർക്ക് മാത്രമേ ആ സൈനിങ് അതോറിറ്റി ഉള്ളൂ. ആൻഡ് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല, അതൊരു വലിയൊരു സാഗരമാണ്, വലിയൊരു സ്കോപ്പാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓഡിറ്റ് അല്ലേ, അതൊരു ചെറുതല്ലേ, എന്താ അത് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആകെ കമ്പനിക്ക് മാത്രമല്ലേ ഓഡിറ്റ്. അങ്ങനെയല്ല, പലതരം ഓഡിറ്റുകളുണ്ട്. ഈ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, കമ്പനിക്ക് ഓഡിറ്റ് ഉണ്ട്, ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റിന് ഓഡിറ്റ് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിന് ഓഡിറ്റ് ഉണ്ട്, GST ആക്ട് പ്രകാരം GSTക്ക് ഓഡിറ്റ് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് ഓഡിറ്റ് ഉണ്ട്. സോ ഇങ്ങനെ പല ഓഡിറ്റ് ഉണ്ട്. ഈ ഓഡിറ്റുകളൊക്കെ ഇന്ത്യയിൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ എൻറ്റിറ്റീസിൻ്റെ ഈ ഓഡിറ്റ് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് മാത്രമേ പറ്റുള്ളൂ. സോ the scope is not little, it's very vast. ഇത് മാത്രമാണോ ഡിഫറൻസ്? ഞാൻ ആഡ് ഓൺ ഇപ്പോൾ ഇന്റേണൽ ഓഡിറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്റേണൽ ഓഡിറ്റ് എന്നാണ് സ്കോപ്പ്. ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഓർഗനൈസേഷനെ പറ്റി പഠിക്കുന്നു, അവരുടെ വർക്ക് ഫ്ലോനെ പറ്റി പഠിക്കുന്നു, ഇതിൽ എവിടേക്കാണോ കൺട്രോൾ മെഷേഴ്സ് വേണ്ടത് ഇത് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ഓർഗനൈസേഷൻ്റെ വർക്ക് ഫ്ലോയുടെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അത് ACC ആയാലും CA ആയാലും ഈവൻ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതിൽ വർക്ക് എക്സ്പോഷേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിറ്റാണ് ഇന്റേണൽ ഓഡിറ്റ്. കാരണം അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു കാര്യമല്ല. സോ ഓഡിറ്റ് എന്നുള്ളത് ഇന്ത്യൻ CSന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു ലിമിറ്റഡ് സ്കോപ്പ് ഉണ്ട്. ആ ഒരു സ്കോപ്പിൽ ഇന്ത്യൻ CSന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ACCയും CAയും തമ്മിലുള്ള വർക്ക് പ്രൊഫൈലിൻ്റെ കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ? ഇപ്പം ഞാൻ ശേഷാദ്രി ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ശേഷാദ്രിക്ക് ഇന്ത്യൻ ടാക്സിൽ എന്നെക്കാട്ടി നല്ല നോളജ് ഉണ്ടാവും, ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ നല്ല നോളജ് ഉണ്ടാവും. ബട്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ടെറിട്ടറി ആയിട്ട് സെലക്ട് ചെയ്തത് GCC കൺട്രീസ് ആണ്. വെൻ ഇറ്റ് കംസ് ടു GCCയുടെ ടാക്സേഷൻ, GCCയുടെ കമ്പനീസ് ആക്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കായിരിക്കും അതിൽ നോളജ് ഉള്ളത്. അപ്പം നമ്മുടെ പ്രിഫറൻസ് ഏതാണ്, എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇറ്റ്സ് ആക്ട് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ബട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന രാജ്യം ഏതാണോ, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് എടുക്കുന്നതിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ളവർക്ക് എന്താണ് ഈ വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്? അതൊന്നുമില്ല, നമ്മൾ CA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. വി ക്യാൻ എയ്തർ ഗോ ഫോർ എംപ്ലോയ്മെൻറ്റ്, നമുക്ക് ഒരു MNCയിൽ വർക്ക് ചെയ്യാം. സോ അറ്റ് ദാറ്റ് ടൈം വി വിൽ ബി കോൾഡ് ആസ് CA ഇൻ സർവീസ്, CA ഇൻ പ്രാക്ടീസ് എന്ന് പറയില്ല. നമ്മൾ അതൊക്കെ ഇപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത്, ഡോക്ടർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാം, ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ക്യാൻ വർക്ക് ആസ് എൻ എംപ്ലോയി ദെയർ. സോ അതേപോലെ CA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റ് പോകുന്നവർ ദേ കനോട്ട് ഡു പ്രാക്ടീസ്. ഒന്നിൽ എംപ്ലോയ്മെൻറ്റ് പോവുക, അല്ലെങ്കിൽ പ്രാക്ടീസിലോട്ട് പോവുക. ഈ എംപ്ലോയ്മെന്റിൽ പോകുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഈ ഓഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഇന്ത്യൻ CA ആണെങ്കിലും ഞാനത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഇന്ത്യൻ CSനെ ഈ സ്റ്റാറ്റ്യൂട്ടറി സ്കോപ്പിൽ വരുന്ന ഓഡിറ്റ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കാരണം ഇത് ഓഡിറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു കമ്പനിയുടെ എഫേഴ്സിൻ്റെ മുകളിൽ നമ്മുടെ ഒപ്പീനിയനാണ്. അപ്പോൾ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ വി ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലും ഈവൻ ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിലാവുന്നതിൽ വരെ നമുക്ക് ലിമിറ്റഡ് സ്കോപ്പാണ് ഇന്ത്യയിൽ വരുന്നത്. സോ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എടുക്കണോ, നമ്മൾ എംപ്ലോയ്മെൻറ്റിന് പോകണോ എന്നുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയതിനു ശേഷം അയാൾക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. കുറച്ച് പേര് പ്രാക്ടീസ് എടുക്കുന്നവരുണ്ട്, കുറച്ചധികം പേര് എംപ്ലോയ്മെന്റിന് പോകുന്നവരുണ്ട്. ഒരു റിസ്ക് അപ്പറ്റൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു പ്രാക്ടീസിനാണ് പോകുന്നത്. കാരണം പ്രാക്ടീസ് ഇറ്റ്സ് ലൈക്ക് റണ്ണിങ് യുവർ ഓൺ ബിസിനസ്. നമ്മളായിട്ട് ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഓൺ ബിസിനസ് സ്കിൽസുകളുടെ കൂടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓൺ പ്രാക്ടീസ്. ബട്ട് അതർ സൈഡ് ഓൾറെഡി ഉള്ള ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് അത് ചിലപ്പോൾ നമ്മൾ അവരുടെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം.
ഏത് റോളിലാണോ കയറുന്നത് എന്നുള്ളത്. സോ ആ റിസ്ക് അപ്പറ്റൈറ്റിലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ACCAക്കും പ്രാക്ടീസിനുള്ള പോസിബിലിറ്റി യെസ്, ഡെഫിനറ്റ്ലി ACCAക്കും പ്രാക്ടീസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ACC എന്ന് പറഞ്ഞ ബോഡി ഒരുപാട് രാജ്യങ്ങളുമായിട്ട് MOUs ഉണ്ട്. ആ MOUസിനനുസരിച്ച് ആ രാജ്യത്തിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് 1-2 എക്സാംസ് ഉണ്ടാവും. അതുകൂടി എഴുതുന്നതോടുകൂടി പ്ലസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടുക. ജനറലി പറയും CA-കാർക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെയാണ്, ACCA-കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് കേൾക്കുക. പക്ഷേ ഹബീബ് റഹ്മാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഞാൻ COP എടുത്തിട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇപ്പോൾ UAE തന്നെയാണെങ്കിൽ ഒന്നുകിൽ എമിറാത്തിയുടെ പേരിൽ നമുക്ക് എന്തെങ്കിലും വോട്ട് ലൈസൻസ് എടുക്കാം, അവിടുത്തെ എമിറാത്തിയുടെ. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷന് എൻ്റെ പേരിൽ ലൈസൻസ് എടുക്കാതെ എമിറാത്തിയുടെ പേരിൽ ലൈസൻസ് എടുത്തിട്ടാണ്. സോ നമുക്ക് കുറച്ചുകൂടി അതിൽ ഒരു ബിസിനസ് റിസ്കുകളും അതിലുണ്ട്. നമുക്ക് പാർട്ട്ണറായിട്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി പാർട്ട്ണറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ ACCA ക്വാളിഫിക്കേഷൻ വെച്ച് അവിടെ COP എടുക്കാം. നിലവിൽ ഞാൻ കൂടുതൽ സമയം അക്കാഡമിക്കിലായിരുന്നു ഉണ്ടായിരുന്നത്, അക്കാഡമിക് റോളിലാണുള്ളത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞാൻ എൻ്റെ ഓഫീസിലോട്ട് ഓഡിറ്റ് ഓഫീസിലോട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പം അവിടെ ഫുൾ ടൈം അവൈലബിൾ അല്ലാത്ത ഞാൻ ഒരാൾ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നതിൽ എത്രത്തോളം ബിസിനസ്സിന് നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എൻ്റെ എമിറാത്തി, നമ്മുടെ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള എമിറാത്തിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത്ര നേരം ഓഡിറ്റിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? ഇപ്പം CA ആണെങ്കിലും പ്രാക്ടീസ് അല്ലാതെ അല്ലെങ്കിൽ ഓഡിറ്റ് അല്ലാതെ പിന്നെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് CA-കാർക്ക്? കൺസൾട്ടേഷൻസ് ചെയ്യാം, റിസ്ക് മാനേജ്മെന്റ് എന്നൊരു സ്കോപ്പ് ഉണ്ട്, അതിൽ ചെയ്യാം. നമുക്കൊരു ബിസിനസിന്റെ ഒരു കഥ പോലെ പറയാം, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങുകയാണ്. കമ്പനി തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്യണം, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ചെയ്യണം. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണോ, കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണോ, ഇതെല്ലാം തീരുമാനിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈവൻ CS-ഉം ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുടെ ഒപ്പീനിയൻ അവിടെ ആവശ്യമുണ്ട്. ഇനി കമ്പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രൈസിങ് എങ്ങനെയായിരിക്കണം, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി ഈ CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടീമിനകത്ത് പെർഫോമൻസ് മാനേജ്മെന്റ്, നമ്മൾ ഏതൊക്കെ റോള് എത്രയെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇവർക്ക് ബോണസ് കൊടുക്കണം, ഏതെല്ലാം രീതിയിൽ ഇവരെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ എല്ലാ മാനേജ്മെൻറ്റ് സ്റ്റാഫിനെയും അലൈൻ ചെയ്യണം, ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി പെർഫോമൻസ് മാനേജ്മെൻറ്റ് റോളുകളിൽ വരുന്നത്. അതുപോലെ കമ്പനിയുടെ ഭാവിയെ പറ്റി പഠിച്ച് ഏതെല്ലാം സെയിൽസ് വോളിയം ചെയ്യണം, എത്ര പർച്ചേസ് നമ്മൾ ചെയ്യണം, ഏതെല്ലാം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് നോക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര കാലം കൊണ്ട് നമുക്ക് വീണ്ടും എക്സ്ട്രാ ഫിനാൻസ് എടുക്കേണ്ടി വരും, അതിനെത്ര ഫിനാൻസ് കോസ്റ്റ് വരും, ഈ ഫിനാൻസ് എപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഏരിയ നോക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഫിനാൻഷ്യൽ കൺട്രോളർ റോളിൽ വരുന്നത്. അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി വേറെ റോളുകളുണ്ട്. പ്ലസ് ഇനി നമ്മുടെ ഇയറിൻ്റെ എൻഡ് ആകുമ്പം ഡെഫിനറ്റ്ലി അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യണം. അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻസ് ടീം ഉണ്ടാവും, അക്കൗണ്ടിങ് ടീം ഉണ്ടാവും. ദെൻ ഈ ഫിനാൻസ് ഫൈനലൈസ് ചെയ്ത അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ അധികം സംസാരിച്ച ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബിസിനസ്സിൽ മുന്നോട്ട് പോകുമ്പം പലതരത്തിലുള്ള റിസ്കുകൾ ബിസിനസ് ഫേസ് ചെയ്യും. ഏതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസ്ക്, പൊട്ടൻഷ്യൽ റിസ്കുകൾ എങ്ങനെയാണ്, ഹൗ ടു മിറ്റിഗേറ്റ് ഇറ്റ്, ഹൗ ടു അവോയ്ഡ് ഇറ്റ്, ഇതിനെപ്പറ്റി പഠിക്കുന്ന റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് അഡ്വൈസറി റോളുകളുണ്ട്. ഇതിൻ്റെ പുറമെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രേഡ് നടത്താണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു പ്രൈസ് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഇൻ്റർനാഷണൽ സബ്സിഡറീസുമായിട്ട് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു പ്രൈസ് തീരുമാനിക്കണം. ദാറ്റ്സ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ്. ഇറ്റ്സ് ടു ബി ട്രാൻസ്ഫർ പ്രൈസിങ് ഏരിയ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഡീപ്പിലായിട്ട് പോകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസും റൂട്ട്സും നമുക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളിപ്പം സംസാരിക്കുന്ന ഒരു നമ്മുടെ ക്രൗഡ് എന്ന് പറയുന്നത് ഈ ഫിനാൻസ് മേഖലയിൽ അത്രത്തോളം എന്തായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് വി കീപ്പ് ഓൺ ടോക്കിംഗ് അബൌട്ട് ടാക്സ്, ഓഡിറ്റ്, കൂടുതൽ പരിചയമുള്ള വാക്കുകൾ സംസാരിച്ചത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിട്ടായാലും പാരന്റ്സിനെ സംബന്ധിച്ചിട്ടായാലും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നത് അവരെ ഇതിലേക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് അവരെ എന്തായാലും റീച്ച് ഔട്ട് ചെയ്യണം. ഇത് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം. അത് ഞാൻ എന്നെ തന്നെ എടുത്ത് പറയുന്നത് ദർ ആർ ഗുഡ് നമ്പർ ഓഫ് ഫിനാൻസ് പ്രൊഫഷണൽ ഫിനാൻസ് അഡ്വക്കേറ്റ്സ് അവൈലബിൾ ആണ് ഈവൻ കേരള മാർക്കറ്റിൽ. യു ജസ്റ്റ് ഗോ ടു ദി ലിങ്ക്ഡിൻ, ജസ്റ്റ് ACCA CA ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരുടെ പേര് CA ACCA എന്ന് സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ഗുഡ് നമ്പർ ഓഫ് ആൾക്കാർ കാൻഡിഡേറ്റ്സിന് അവൈലബിൾ ആണ്. ഈ 3 കോഴ്സ് ഏതാണെങ്കിലും +2 കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുവാണോ നല്ലത്, അതെയോ ഡിഗ്രി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും അക്കാഡമിക്സിൽ നിൽക്കുന്നവരാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? യു ക്യാൻ രജിസ്റ്റർ ഈവൻ ബിഫോർ 12th എക്സാം.
ബട്ട് 12th എക്സാം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ യു ആർ എലിജിബിൾ ടു റൈറ്റ് CA ഫൗണ്ടേഷൻ. ഈവൻ 10th കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ബട്ട് 12th എക്സാം എഴുതാണ്ട് യു വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് ദി ഫസ്റ്റ് ലെവൽ ഓഫ് എക്സാം. വി കോൾ ഇറ്റ് ആസ് CA ഫൗണ്ടേഷൻ എക്സാം. അങ്ങനെ CA ചെയ്ത് 22.5 ആ വയസ്സിൽ ക്ലിയർ ചെയ്ത ആളാണ് ഞാൻ. സോ ഞാൻ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല, എനിക്കത് റിഗ്രറ്റ് പോലും ഇല്ല. സോ നമ്മൾ സത്യം പറഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ 12th ഞാൻ ഇപ്പം ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഇപ്പം ശേഷത്തൊക്കെ പഠിച്ചൊരു സമയത്ത് കോളേജ് ലൈഫ് ഇല്ല എന്ന് കുട്ടികൾ പറഞ്ഞിട്ട് CA +2 കഴിഞ്ഞിട്ടൊന്നും എടുക്കാതെ ഡിഗ്രിക്ക് ശേഷം എടുക്കാറുണ്ട്. ബട്ട് നിലവിൽ ഇലാൻസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല രീതിയിൽ ക്യാമ്പസ് എൻവയോൺമെൻറ്റും ഒരു കോളേജ് ലൈഫിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സ്റ്റഡീസിന് അക്കാഡമിക് മാത്രമല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കോഴ്സിൽ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സോ ഡെഫിനറ്റ്ലി നോ വൺ ഇസ് ഗോയിങ് ടു മിസ് ദെയർ ക്യാമ്പസ് ലൈഫ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 4 months ഇസ് ദ രജിസ്ട്രേഷൻ പീരീഡ്. ആ 4 മാസം ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ, സ്റ്റഡി പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ യു ആർ എലിജിബിൾ ടു റൈറ്റ് CA ഫൗണ്ടേഷൻ എക്സാം. സോ 12th കഴിഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു CA യു ക്യാൻ വെരി വെൽ ഡു. ACCയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് 10th എക്സാം കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ശരിക്കും എൻട്രി ചെയ്യാം. ബട്ട് ഞാൻ ആ സമയത്ത് ഞാനത് പറയുന്നില്ല, കാരണം ദേ ആർ വെരി യങ്. ഒരു 10th കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു മേഖലയിൽ ദിസ് ഇസ് മൈ റൈറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചൊരു നല്ല സമയമല്ല ആക്ച്വലി 10th കഴിഞ്ഞാൽ പാട്. ഇനി അതല്ല, നിങ്ങളുടെ പാരൻസ് ഒക്കെ ഓൾറെഡി ഫീൽഡിലുള്ളതാണ്, യു വെരി വെൽ നോ അബൌട്ട് ദിസ് ഫീൽഡ് ഫ്രം യുവർ യങ് ഏജ്. സ്കൂൾസ് ഡേയ്സിൽ ഇതിനെപ്പറ്റി അറിയാം, ഈ മേഖലയെ പറ്റി നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ മേഖല തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ്. 10th കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ 12th കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും 2.5 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാമല്ലോ അല്ലേ? 10th കഴിഞ്ഞ ഒരാൾക്ക് 2.5-3 yearsന്റെ ഉള്ളിൽ തന്നെ എന്തായാലും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ. ബട്ട് അത് ഭയങ്കര ഏർലി ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എത്രത്തോളം ഫാമിലിയിൽ CAയും ACCയും ക്വാളിഫൈഡ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് ആ ഏരിയ കുട്ടികൾ സെർച്ച് ചെയ്ത് അത് എൻ്റെ ഏരിയ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് വളരെ കുറവായിരിക്കും. സോ ഐഡിയലി +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് കോമേഴ്സ് തന്നെ വേണമെന്നില്ല, കോമേഴ്സോ സയൻസ് ഏത് സ്ട്രീമിൽ വന്നവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. CMA US-ന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? CMA USA വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് വേണം എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഏത് +2 സ്ട്രീം ആയാലും മതി. പക്ഷേ വൺസ് എക്സാമിനേഷൻ എഴുതി പാസ്സായതിനു ശേഷം 7 yearsന്റെ ഉള്ളിൽ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും 2 year വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ സർട്ടിഫൈഡ് ആവുകയുള്ളൂ. ഈ സർട്ടിഫൈഡ് ആവാതെ തന്നെ ജോലി കിട്ടുമോ? പക്ഷേ ഡെഫിനറ്റ്ലി ജോലി കിട്ടും. ഒരു ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ജോലികളോ ഡെഫിനറ്റ്ലി കിട്ടും. നമുക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ആ ഗ്രാജുവേഷൻ്റെ ബേസിസിൽ പ്ലസ് ഒരു ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും നമുക്ക്, CMA Part 1 ഉം Part 2 ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൽ നമുക്ക് പെർഫോം ചെയ്തിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ജോലി കിട്ടും. പക്ഷേ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് സർട്ടൻ ഇയേഴ്സ് ഉള്ള പോലെ ACCയിലും ഒരു 3 years നിർബന്ധമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെ CMAയിലേക്ക് വരുന്ന സമയത്ത് അത് 2 years ആണ്. പക്ഷേ എന്നോട് ഒരാൾ ചോദിക്കാൻ +2 കഴിഞ്ഞിട്ട് CMA USA ചെയ്യണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നതാവും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി 1 to 1.5 yearsനുള്ളിൽ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം +2 പിള്ളേർക്ക് പേഴ്സണലി ഞാൻ ചൂസ് ചെയ്യുന്നതാണ് ഈ CMA USA എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് +2 കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഈ CA ACCയും ഒരു ബെറ്റർ ഓപ്ഷൻ? ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പല ആളുകളും BComന് ശേഷം CAക്ക് പോയിട്ട് അവരൊരു 23-24 years, ഒരു 3 years അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ഉടനെ അവർ ഡ്രോപ്പ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഏതായിരിക്കും നല്ല, +2 ആണോ ഡിഗ്രി ആണോ? അഡ്വൈസബിൾ ഇസ് 12th. +2 കഴിഞ്ഞാൽ തന്നെ ഉടൻപാട് യു ക്യാൻ വെരി വെൽ ജോയിൻ CA സോ ദാറ്റ് യു ക്യാൻ സേവ് ടൈം. ബിക്കോസ് എന്താ പറയുക, CA ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ആക്ച്വലി പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മിനിമം 4 years. സോ ഈ 4 years നമ്മൾ പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ആഫ്റ്റർ 12th യു ആർ വെരി എനർജറ്റിക്. ഇപ്പോൾ +2 പബ്ലിക് എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങൾ അതേ സീരിയസ്നെസ്സോടെ, നിങ്ങളുടെ ഫാമിലിയും ഭയങ്കര സീരിയസ് ആയിരിക്കും, അതേ സീരിയസോടെ തന്നെ നിങ്ങൾ ഉടൻ തന്നെ ഈ CAയിലോട്ട് വരുമ്പോൾ the dedication or the fire within you is very very higher. അത് സത്യം കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട്. അതായത് +2 എനിക്ക് നല്ല മാർക്കുണ്ട്, ഫുൾ A+ഉം 95% മാർക്സ് എനിക്കുണ്ട്. പക്ഷേ ഡിഗ്രിയിലോട്ട് പോകുന്ന സമയത്ത് ഡിഗ്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു 3 വർഷം ഒരു സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എക്സാമിനേഷൻ സമയത്ത് മാത്രം എഴുതുക. അപ്പോൾ സാർ പറഞ്ഞ പോലെ ആ ഫ്ലോ അങ്ങ് നമുക്ക് പോകും. ആ ഒരു ഫയർ ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യങ് ജനറേഷൻ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അവർ യങ് ജനറേഷൻ ഇസ് വെരി ടാലൻറ്റഡ്. അവർ കുറ്റം പറയാൻ ഒന്നുമില്ല.
ദേ ആർ വെരി 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 എനർജറ്റിക്, വെരി ടാലൻറ്റ്. അതും +2 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ വെരി വെരി എനർജറ്റിക് ആൻഡ് ദേ ആർ, നമ്മൾ ഒരു വട്ടം ഒരു കാര്യം വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഈസിലി അഡാപ്റ്റബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12th കഴിഞ്ഞ ഉടൻപാട് തന്നെ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് CA. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പേപ്പേഴ്സ് എക്സെപ്ഷൻ ഇല്ലേ? എൻട്രി എഴുതണ്ട, എൻട്രി മാത്രം എഴുതണ്ട. ബട്ട് ഈ ഇന്റർ ലെവൽ, ദാറ്റ് ഇസ് മിഡിൽ ലെവലായി ഇന്ററും ദെൻ 2 years ഓഫ് ആർട്ടിക്കൽഷിപ്പും ചെയ്യണം, ദെൻ ഫൈനലും ചെയ്യണം. ആ സമയത്ത് നമ്മൾ പോയി കിട്ടുന്ന ഒരു 3 വർഷമുണ്ട്. ആ ടൈം മാത്രമല്ല, ആ സമയത്ത് നമ്മൾ രൂപപ്പെട്ടു വരുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്, പഠനത്തോടുള്ള നമ്മുടെ താല്പര്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ഫയറുള്ള, അത്രയും നീഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ BCom ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ BCom കഴിഞ്ഞിട്ട് ഇതിലൂടെ വന്നതാണ്. അപ്പോൾ എനിക്കൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അതായത് ഒരു നിർത്തിയിട്ടൊരു വണ്ടി നമ്മൾ തള്ളിയെടുക്കുന്ന ഫീലായിരുന്നു ആക്ച്വലി എനിക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കഴിയാൻ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ACCAയ്ക്കും ഇതുപോലെ പേപ്പേഴ്സ് എക്സെപ്ഷൻ ഉണ്ടോ? അവർ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഗ്രാജുവേഷൻ പ്രോഗ്രാം ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് എക്സംഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻ ക്ലെയിം ചെയ്യുവാണോ നല്ലത്, അതെയോ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു പോവുകയാണോ നല്ലത്? ഇത് വളരെ എയറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സംഷൻസ് എടുക്കണോ വേണ്ടിയെന്ന്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കഴിയുന്ന എക്സംഷൻ റൂട്ടുകൾ കുറയ്ക്കാൻ നോക്കുക. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസിലൊക്കെ സിമിലർ സിലബസ് ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് എക്സംഷൻസ് കിട്ടുന്നത്. പക്ഷെ അവിടെ എത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കഴിയുന്നതും എക്സംഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റീസിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് നല്ല നോളേജ് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നല്ല ബേസിക് നോളേജ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലെയിം ദാറ്റ് എക്സംഷൻ. കാരണം നിങ്ങളൊരു നോളേജ്, ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് എക്സംഷൻ റൂട്ടിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ക്വാളിഫൈഡ് ആയ ഒത്തിരി പേരുണ്ട്. ബട്ട് എണ്ണം നോക്കുകയാണെങ്കിൽ ക്വാളിഫൈ ആകാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ കുട്ടികളാണുള്ളത്. അതായത് ഒരു കുറച്ചധികം പേപ്പേഴ്സ് എക്സംഷനിലൂടെ വന്നു, കൂടുതൽ പേപ്പേഴ്സ് എക്സംഷൻസ് എടുത്തു, ഫൈനൽ പേപ്പേഴ്സിലെത്തുമ്പോൾ ബേസ് പേപ്പേഴ്സിൻ്റെ നോളേജിൽ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഉള്ളത് കൊണ്ട് ഇത് പാസ്സാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ നല്ല ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചു വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോളജ് ഓൾറെഡി ഉണ്ട്, ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തുള്ളൂ. ഹൗ ടു റൈറ്റ് ദിസ് പ്രൊഫഷണൽ എക്സാംസിൽ എങ്ങനെ മാർക്ക് നേടുന്നുള്ള ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ആവശ്യത്തുള്ളൂ. അവർക്ക് എക്സംഷൻസ് നല്ലതാണ്. ആൻഡ് ഓൾറെഡി വർക്കിംഗ് ലൈഫ് വർക്കിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്, അവരുടെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ പ്രകാരമുള്ള എക്സംഷൻസ് എടുത്ത് അവർക്ക് കരിയർ കുറച്ചുകൂടി ഫാസ്റ്റ്ലി കൊണ്ടുപോകണമെങ്കിലും ദേ ക്യാൻ ചൂസ് ദാറ്റ്. ബട്ട് നിങ്ങളൊരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നോർമൽ റൂട്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ കഴിയുന്നതും എക്സംഷൻസ് കുറയ്ക്കുന്നതാണ് നല്ലത്. കുട്ടികൾ ജനറലി ഇങ്ങനത്തെ കോഴ്സുകളെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ് ക്ലിയർ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ പലതരം കാര്യങ്ങൾ പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾ കുറച്ചെന്നാൽ പിന്നെ കൊമേഴ്സ് എടുത്തേക്കാം, സയൻസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, മാത്സ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് വേണ്ട, കൊമേഴ്സ് എടുത്തേക്കാം എന്നൊക്കെ വെക്കുന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ഈ കോഴ്സുകളുടെ ഒരു എത്രമാത്രം ടഫാണ്? ഒരു ഗ്രാജുവേഷൻ ചെയ്യണേക്കാൾ ടഫാണ് ഉറപ്പായിട്ടും, പക്ഷെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ? ഈ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? ടഫ് എന്ന് ശരിക്കും നമുക്കതൊരു ഒരു സ്കെയിൽ അളക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. നിങ്ങൾക്കിതൊരു താല്പര്യമുള്ള ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടഫല്ല. ഇപ്പം ഞാൻ എന്താ താല്പര്യം? എൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഇത് പഠിക്കുന്ന കാലം 2010 പീരീഡിലാണ്, 10-11 പീരീഡിലാണ്. ആ സമയത്ത് നമുക്ക് കേരളയിൽ ACCA പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രജിസ്ട്രേഷൻ മാത്രം നമുക്ക് ചെയ്തു തരും, ബാക്കി മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് വായിച്ചെടുത്ത് പഠിക്കണം. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാനിത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എൻ്റെ ലൈഫിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ. സോ ആ ഒരു ഫയർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചത്. നിങ്ങൾ ഇത് വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ പുലർച്ചെ 2 മണി 3 മണി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്കൂൾസിലൊക്കെ പഠിക്കുമ്പോൾ വെള്ളത്തിൽ കാലിക്ക് വെച്ചിട്ട് പഠിക്കുമെന്ന് പറയല്ലേ, അതുപോലെ ലിറ്ററലി. കാരണം ഇത് വായിച്ചിട്ട് മനസ്സിലാക്കി ഒരാൾ പറഞ്ഞു തരാൻ നമുക്കില്ല, നമ്മളായിട്ട് ഒറ്റയ്ക്കെടുത്ത് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഞാൻ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചവരെ ഇരിക്കുന്നു, ഉച്ചയ്ക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും വൈകിട്ട് വരെ പഠിക്കുന്നു, വീണ്ടും ബ്രേക്ക് എടുക്കുന്നു. അത് ആ ഒരു റൂട്ടീൻ പുലർച്ചെ വരെ പോയിട്ടുണ്ട്. ഉറങ്ങാറ് ഒരു 4-5 hours ആണ്. ബട്ട് ഇന്നത്തെ നിലവിലെ സ്റ്റുഡൻസിന് നമ്മൾ ഇത് പഠിച്ച് ഇറങ്ങി ഇതിൻ്റെ ഒരു അക്കാഡമിക് സ്ട്രക്ചർ മനസ്സിലാക്കി ഇതിൻ്റെ ഏറ്റവും സിസ്റ്റമൈസ് വേയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചാലഞ്ച് എത്രയോ കുറവാണ്. ബട്ട് എനിക്ക് ആ ചാലഞ്ച് ഞാൻ എൻജോയ് ചെയ്തത് എന്തുകൊണ്ടാണ്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനുണ്ട് എന്ന് നല്ല തിരിച്ചറിവുള്ള ആളായതുകൊണ്ടാണ്. അപ്പം ചാലഞ്ച് എന്നുള്ളത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം +2 ഫുൾ A+ ഉള്ള സ്റ്റുഡൻസ്, ഫുൾ A+ നേടിയ സ്റ്റുഡൻസ് ഇവിടെ ചിലപ്പോൾ പാസ്സാകാതെ വന്നിട്ടുണ്ട്. നേരെ കുറച്ചൊരു 70 അല്ലെങ്കിൽ 65-75% നേടിയ സ്റ്റുഡൻസ് ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായവരുണ്ട്.
സോ നിങ്ങളുടെ പ്രയർ സ്റ്റഡീസോ കാര്യങ്ങളോ അല്ല ആക്ച്വലി ഇതിൽ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻസിയിൽ, ഇതിലിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സ് ഇത് പറയും, എക്സാമിനോട് അടുപ്പിച്ച് അവസാനം പഠിക്കുന്നല്ല കാര്യം, കൺസിസ്റ്റൻസിയിൽ ലൈക്ക് ഇറ്റ് കുഡ് ബി 1 hour 2 hour 3 hour എവറി ഡേ ഒരു 3 hour എങ്കിലും കൺസിസ്റ്റൻസിലി 2 hour എങ്കിലും നമുക്കിനെ പഠിക്കാനുള്ള ഒരു മനോഭാവം അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അല്ല ഇങ്ങനെ കളിച്ച് കിടക്കുന്നു, ലാസ്റ്റ് എക്സാംസിനോട് അടുപ്പിച്ച് മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇതിൽ മാം പറഞ്ഞല്ലോ, അതായത് ഇത് പിള്ളേർ പറയുകയാണ് ഇത് ടഫാണ് എന്ന സംഭവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്കായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് ഇതിന്. അപ്പോൾ യു ഷുഡ് ചൂസ് എ വൈസ് അക്കാഡമി ഫസ്റ്റ് തിങ്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയാൻ നിസ്സംശയം നമുക്ക് പറയാം, വി അറ്റ് എലൻസ്, വൺ ഇസ് ദ ബെസ്റ്റ് അക്കാഡമി. സെക്കൻഡ് തിങ്, യു ഷുഡ് ഹാവ് ഗുഡ് ഫാക്കൽറ്റീസ് ടു ഗൈഡ് യു. അവർ ഇവിടെ ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ കുറേ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസും റാങ്ക് എടുത്ത CA ലെവലിൽ, ഇപ്പോൾ മാം പറഞ്ഞല്ലോ ടഫ് എന്ന് പറഞ്ഞല്ലോ, ഈ ടഫ്നെസ്സിലും റാങ്ക് എടുത്ത ഫാക്കൽറ്റീസാണ് വന്ന് പഠിപ്പിക്കുന്നത്. സോ ആ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിള്ളേർ വൃത്തിക്ക് അത് കേട്ട് മനസ്സിലാക്കണം. നാലാമത്തെ വിഷയം, ഇത് അവർ പഠിച്ചു കഴിഞ്ഞാൽ അന്നന്ന് അവർ പഠിക്കുന്നുണ്ടോ എന്നൊരു ഫോളോ അപ്പ് മെൻറ്ററിങ് സ്ട്രക്ചർ വേണം, അതും ഇവിടെ ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, വീക്ക്ലി അവർ എക്സാം എഴുതി അവരുടെ പെർഫോമൻസ് അവർ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഒരു സ്ട്രക്ചർ ഇരിക്കുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി, ഇത് തുടർന്ന് ചെയ്താൽ കൺസിസ്റ്റൻസിയാണ്. ഇത് തുടർന്ന് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് ടഫ്, ഇറ്റ് ക്യാൻ ബി ഈസിലി ക്രാക്ഡ്. അപ്പോൾ ടഫ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കോഴ്സിനെ നമ്മൾ എന്താ പറയുക, പേടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ കോഴ്സുകളൊക്കെ സെൽഫ് സ്റ്റഡി കോഴ്സസ് അല്ലേ, ആക്ച്വലി കോളേജിൽ പോയി പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നതാണോ പറയുന്നത്? ഡെഫിനറ്റ്ലി. ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട്. ചില ടോപ്പിക്സ് നമുക്ക്, ഞാൻ ഒറ്റയ്ക്കാണുള്ളത് വായിച്ച് മനസ്സിലാക്കുന്നത്, ഇത് വായിച്ചിട്ട് തലയിൽ കയറണ്ടേ എന്താണ് ഇത് സംഗതി. എസ്പെഷ്യലി ഏറ്റവും ആദ്യം ചെയ്ത പേപ്പേഴ്സ്, ഏറ്റവും ഫസ്റ്റ് ചെയ്ത പേപ്പേഴ്സ്, ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താ, സ്ട്രക്ചർ എന്താ നല്ലപോലെ മനസ്സിലാവാതെ ഇത് വായിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ആ കരയുന്ന അവേഴ്സ് എത്രയോ കുറവാണ് നമ്മുടെ സ്റ്റുഡൻസിന്. ടെൻഷൻ അടിക്കേണ്ടേ ഇല്ല. കാരണം നമ്മൾ പറഞ്ഞെടുക്കാൻ അറിയും. ഇപ്പം നിങ്ങളൊരു എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ഹയർ പൊസിഷനിലോട്ട് എക്സാംസ് എഴുതാൻ വിചാരിക്കും, ഒരു 2-3 കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ഞാൻ പാസ്സാവുമോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ അകത്തുണ്ടാവും. നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്ന പോലെ എക്സാംസിന് ഇതെന്താ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുള്ള വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, ഇത് എന്താ, ഇത് ഇൻ കേസ് ഈ സെഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക്, അതെ, മെന്റൽ സപ്പോർട്ട് വളരെ വളരെ സ്ട്രെസ് ഭയങ്കര കൂടുതലാണ് അല്ലേ, അതിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ക്ലാസ്സിൽ ആ ഒരു സിസ്റ്റം വൈസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയ ഒരു താങ്ങലിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഡെഫിനറ്റ്ലി. ഇപ്പോൾ 10 years ബാക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടീനേക്കാൾ എത്രയോ എളുപ്പമാണ് റൈറ്റ് നൗ എലാൻസ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് നമ്മുടെ ഗൈഡൻസിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ എക്സാം സ്ട്രെസ് ശരിക്കും അവർ സെൽഫായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ അതിനും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു. ഇനി അവർ ട്യൂട്ടറിൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞു, അവർ പോയിട്ട് ഒറ്റയ്ക്ക് പഠിക്കുമായിരുന്നു പണ്ട്, പക്ഷേ എലാൻസിൽ മെൻറ്റർ, ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റഡി ബഡി ആയിട്ട്, കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ആയിട്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റേഴ്സ് അവരെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും എളുപ്പമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പറയുന്ന കോഴ്സുകൾ പാസ്സാവുന്നുള്ള. ക്ലാസ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, ക്ലാസ് സ്റ്റഡി ബഡീസ് ഉണ്ട്, പിന്നെ നമ്മുടെ അതിന് പുറം നമ്മുടെ ലേൺ ആപ്പ് വഴി എക്സ്ട്രാ സപ്പോർട്ടും ഉണ്ട് ലെക്ചേഴ്സിന്റെ എല്ലാത്തിനും. എനിക്ക് തോന്നുന്നു ടഫ്നെസ് ഇസ് ലൈക്ക് ഒരു പെർസ്പെക്റ്റീവാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി വിചാരിക്കുകയാണ് അവന് BCom പഠിച്ച പോലെ ചുമ്മാ കറങ്ങി നടക്കുന്നു, തലേന്ന് ഈ പറഞ്ഞ മാതിരി യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ നിന്നും PDF ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ നോക്കുന്നു, അല്ലെങ്കിൽ കട്ടിങ്സ് വെക്കുന്നു, പാസ്സാവുന്നു. ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എവറി പ്രൊഫഷണൽ കോഴ്സ് ഇസ് ടഫ്. ഓക്കെ, പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ എലാൻസ് പറയുന്ന പോലെ എല്ലാ ക്ലാസ്സസിനും ലീവ് എടുക്കാണ്ട് വരാൻ, ഞാൻ ഒരു ക്ലാസ്സിനും ലീവ് എടുത്തിട്ടില്ല. ഞാൻ ആകെ ലീവ് എടുത്തത് 4 ക്ലാസ്സിനാണ്. അത് ഞാൻ അല്ലാത്ത കാരണത്താൽ പുറത്താക്ക ഒരു സിറ്റുവേഷനാണ്. അല്ലാണ്ട് ഡിഗ്രിക്കൊന്നും ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല. അവസാനത്തെ സെമസ്റ്ററിൽ 25% അറ്റൻഡൻസ് എനിക്കുള്ളൂ. ബാക്കി 75% കണ്ടിന്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, കണ്ടിന്യൂഷൻ എടുക്കാണ്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ CMA പഠിക്കുന്ന സമയത്ത് ഒരു ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി, കംപ്ലീറ്റ് ഡിസിപ്ലിൻഡ് അല്ലാണ്ട് പോകുന്ന എൻ്റെ ആ സ്റ്റഡി സംഗതികൾ ഈ പറഞ്ഞ മാതിരി ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ടഫ്നെസ് എന്ന് പറയുന്നത് ഒരു പെർസ്പെക്റ്റീവാണ്. ടഫ്നെസ് ഇപ്പോൾ അബീബ് സാർ പറഞ്ഞ പോലെ ഈ കോഴ്സിലോട്ട് വന്ന സമയത്ത് ഐ ഫീൽ എക്സൈറ്റഡ്, ലൈക്ക് ഇതുവരെ പഠിച്ച രീതിയിലല്ല പഠിക്കുന്നത്.
കാരണം ഓരോ ഈച്ച് കോൺസെപ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. ലൈക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു +2 കോമേഴ്സ് പഠിച്ച് ഒരു അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച് 100ൽ ഒരു 99 ഒക്കെ സ്കോർ ചെയ്ത ഒരു സ്റ്റുഡന്റ് നമ്മുടെ ക്ലാസ്സിൽ വരും. അപ്പൊ നമ്മൾ ആ ഒരു അക്കൗണ്ടൻസിയുടെ ഒരു ടേസ്റ്റ് ഫസ്റ്റ് സെഷനിൽ തന്നെ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ മനസ്സിലാവും അവർ +2 പഠിച്ചതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ചിലർ പാനിക് ആവും, കുറേ ഇതിൽ മുകളിലോട്ട് വരാനുണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയും. അതിൽ ഭയങ്കര ഒരു ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പുതിയ കണ്ടന്റിനെ വായിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യും ഈ ഒരു റോള് ഞാൻ, കാരണം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, CFO, സീനിയർ മാനേജർ എന്ന രീതിയിലാണ്. സോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര നമ്മളെ അകത്തും തന്നെ ഇത് നമ്മൾ പുഷ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓൾമോസ്റ്റ് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും സ്കൂളിൽ പഠിക്കുന്നതിന്റെ ടഫ്നെസ് പേടിച്ചിട്ട് ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് അല്ലെ, കുട്ടികൾ ജനറലി അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ ടഫ് ആണോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് കൗണ്ട് ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കരിയറിന്റെ ഡയറക്ഷൻ വളരെ ക്ലിയർഡ് അല്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഇവിടോട്ട് എത്തുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ എന്താണ് ഇത് പഠിച്ചിറങ്ങിയാൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഇലാൻസിൽ തന്നെ നമ്മൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസിലെ CXO ടോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സീരീസ് ഉണ്ട്. അതായത് നമ്മുടെ ഇടയിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ നല്ല പൊസിഷനിൽ എത്തിയ ആൾക്കാർ, CEO, CFO റോളിൽ എത്തിയവരുണ്ട്. അവരെ നമ്മുടെ ക്യാമ്പസിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവർ പഠിച്ച രീതി എങ്ങനെയായിരുന്നു, അവരിപ്പോൾ ചെയ്യുന്ന ജോലി എങ്ങനെയാണെന്നുള്ള എവറി ക്വാർട്ടറിൽ ഒരു 2 പേരെങ്കിലും നമ്മൾ നമ്മുടെ ഓൺ ക്യാമ്പസിലോട്ട് കൊണ്ടുവന്ന് കുട്ടികളായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കണ്ടന്റ്സ് നമ്മുടെ യൂട്യൂബ് പേജിൽ അവൈലബിൾ ആണ്. സോ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലോട്ട് ഞാൻ വരാം. ഇത് എനിക്ക് പറ്റിയൊരു കോഴ്സാണോ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അതുവഴിയാണ് കുട്ടിക്ക് അത് എൻ്റെ ഇൻട്രസ്റ്റുള്ള ഫീൽഡ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഓക്കെ, അപ്പം ഈ CM ACCM ഒരുപാട് സിമിലർ അല്ലേ? അപ്പം അതിനകത്ത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും കുട്ടികൾ ഈ 2 കോഴ്സസിൽ നിന്ന് എങ്ങനെ വേണമെന്ന്? ഇപ്പം ഞാൻ എന്തുകൊണ്ട് ACCA സെലക്ട് ചെയ്തെന്ന് CM ACCA എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കുന്നത് ഡെഫിനറ്റ്ലി ഫ്ലെക്സിബിലിറ്റി ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പേപ്പർ വൈസ് ആയിട്ട് ചെയ്യാം, നമുക്ക് ഇൻ ബിറ്റ്വീൻ കരിയറിൻ്റെ ഇടയിൽ വർക്കിന് വേണമെങ്കിൽ കയറാം, ഐ മീൻ അക്കാഡമിക്കിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് എൻ്റെ ഫാമിലി വെൽ റൂട്ടഡ് GCC കൺട്രീസിലാണ്. UAE കൺട്രി, എസ്പെഷ്യലി UAEയിൽ എൻ്റെ സിസ്റ്റർ ഉണ്ട്, എൻ്റെ മദർ ഉണ്ട്, എൻ്റെ കസിൻ, എല്ലാവരും അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കൂടുതലും വർക്ക് എക്സ്പോഷറോ അല്ലെങ്കിൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് കേട്ട് പരിചയമുള്ളത് ആ ഒരു ഏരിയയിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി, ഞാൻ ഒരിക്കലും CAക്ക് ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് കുറച്ചുകൂടി ഒരു പൊടിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും അപ്പ് ഉള്ളത് ACCAക്കാണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ തന്നെ നിന്ന് ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇവിടെ അത്യാവശ്യം നല്ല ബിസിനസ്സുകൾ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കണക്ഷൻസിലൂടെ ഉണ്ട്. അവരെ എനിക്ക് ക്ലൈൻ്റ് ആക്കണം, ഈ നാട്ടിൽ തന്നെ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കാലം നിൽക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഞാൻ ചെയ്യാണെന്ന് പറയും. അതുകൊണ്ടാണ് CA ചെയ്തത്, നാട്ടിൽ നിൽക്കണം. ഈ CM ACCA നമ്മളിപ്പോൾ പ്രാക്ടീസിങ് പോസിബിലിറ്റി, CMAക്ക് പ്രാക്ടീസിങ് പോസിബിലിറ്റി ഉണ്ടോ? എങ്ങനെയാണ് പ്രാക്ടീസിങ് CMAക്ക് പോസിബിൾ ആണോ? CMA USAക്ക് പ്രാക്ടീസിങ് പോസിബിൾ അല്ല. പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ എണ്ണീട്ടുള്ള മേഖലയിൽ ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ആവട്ടെ, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ആവട്ടെ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആവട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാത്തിലും CMAക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്ന് പറയും. നമ്മൾ ഇപ്പോൾ CAയുടെ ഗ്രൂപ്പ് സിസ്റ്റത്തിൽ പഠിക്കണം, അതുകൊണ്ട് ഭയങ്കര ടഫാന്ന് പറഞ്ഞു. മറ്റേത് രണ്ടും പേപ്പർ വൈസ്. CMA 2 എക്സാമേ ഉള്ളൂ അല്ലേ? CMA പലർക്കും ഉള്ള തെറ്റിദ്ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ CMA ഇന്ത്യ 2 ഗ്രൂപ്പ് സിസ്റ്റമാണ്, CA പോലെ ഗ്രൂപ്പ് സിസ്റ്റമാണ്. പക്ഷേ CMA USA വരുന്ന സമയത്ത് 2 എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ CA നമ്പർ ഓഫ് എക്സാമിനേഷൻ എടുത്താൽ ഏകദേശം ഒരു 15 അല്ലേ? CA എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ബേസ് ആണല്ലോ. സോ എൻട്രൻസ് ലെവലിൽ യു ഹാവ് 4 പേപ്പേഴ്സ്, ദാറ്റ്സ് 1 ഗ്രൂപ്പ്. ദെൻ മിഡിൽ ലെവലായ ഇന്റർ ലെവലിൽ യു ഹാവ് 2 ഗ്രൂപ്പ്സ്, അതിൽ 3+3 6 പേപ്പേഴ്സ്. ദെൻ അതേപോലെ ഫൈനലിലും 2 ഗ്രൂപ്പ് ഉണ്ട്, അതും 3+3 6 പേപ്പേഴ്സ്. ഈ 3+3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിനകത്ത് പല നമ്മൾ ഒരിക്കലും പേപ്പർ നമ്പർ വേഴ്സസ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ലൈക്ക് CMA USA 2 പേപ്പറേ ഉള്ളൂ, ACCA 13 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടഫ്നെസ് 2:13 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ CMAയിലേക്ക് വരുന്ന സമയത്ത് ഒരു പാർട്ട് CMA USAൻ്റെ കോച്ചിങ് എല്ലാൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അറൌണ്ട് 3 to 4 months. 3 മുതൽ 4 മാസം വരെ 400 മണിക്കൂർ എടുത്തിട്ടാണ് പാർട്ട് 1ൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ACCയിലേക്ക് വരുന്ന സമയത്ത് ACCൻ്റെ ഒരു പേപ്പർ നമ്മൾ 100 hours പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഇസ് കുറച്ച് കൂടുതലാണ്. 2 പേപ്പർ ഉണ്ടെങ്കിൽ പോലും 800 മണിക്കൂറാണ് പഠിക്കുന്നത് 2 പേപ്പറിൽ. ഇപ്പോൾ ACCയിലേക്ക് വരുന്ന സമയത്ത് 13 പേപ്പർ മേ ബി നമ്മളൊരു 1,400 1,500 ഹാസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഹവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ശരിക്കും 800:1,500 ഇപ്പോൾ ഇന്ത്യൻ CA പോലത്തെ ഇക്വലന്റ് ആയിട്ടുള്ള US പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് CPA. CPAക്ക് 4 എക്സാമിനേഷൻ ഉള്ളൂ എന്ന് വെച്ചാൽ അത് എളുപ്പമാണെന്നില്ല.
അപ്പോൾ നെവർ എവർ കമ്പയർ എക്സാമിനേഷൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടഫ്നെസ് കമ്പയർ ചെയ്യാൻ അത് അവരത് ചൂസ് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ. രണ്ട് പേപ്പർ ഉള്ളൂ എന്ന് മാത്രം നോക്കരുത്, 13 പേപ്പർ സിംഗിൾ പേപ്പർ വെച്ച് എഴുതാന്നുള്ളത് മാത്രം നോക്കരുത്. അതിലെ സിലബസ് എന്താണെന്ന് അറിഞ്ഞ് ഞാൻ വീണ്ടും പറയുന്നു, ഇത് പാസ്സായ ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിക്കണം, ഒരു കുറച്ച് സമയം ഇരിക്കണം. പക്ഷെ നമ്മളിപ്പോ +2 പഠിക്കുമ്പോൾ പഠിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല എന്നല്ലേ പറയുന്നത്, പിന്നീട് പഠിക്കുന്ന കാര്യം ബന്ധമില്ല എന്നല്ല. ഇപ്പോൾ ഒരു കോമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ ആ കോമേഴ്സിന്റെ ബേസിക്സിൽ നിന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സയൻസ് അല്ല, കോമേഴ്സ് അല്ലാത്ത സ്ട്രീം എടുത്തവർക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അലയൻസിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സുമായിട്ട് ടെക്നിക്കൽ നോളജ് ഒരു നോളജും ഉണ്ടാവില്ല. ഈവൻ BComൽ ഉഴപ്പിയ ഒരു വിദ്യാർത്ഥികൾക്ക് പോലും തൻ്റെ ഈ അക്കാഡമിക് കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതായത് പറ മുതൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ട്രൈ ചെയ്യുന്നത്, ഞാൻ SCCക്കാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. CAക്ക് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പേപ്പേഴ്സ് ഫെയിൽ ആവുമ്പോൾ, ഗ്രൂപ്പ് ഫെയിൽ ആവുമ്പോൾ ഭയങ്കര പ്രഷറാണ്. വീട്ടുകാരുടെ അടുത്തുനിന്ന് പ്രഷർ, നാട്ടുകാരുടെ അടുത്തുനിന്ന് പ്രഷർ. എന്താ ശരിക്കും വീട്ടുകാരെക്കാളും നാട്ടുകാരെ കൊണ്ടും ഭയങ്കര പ്രഷറാ. കൂടെ പഠിച്ചാക്ക് ജോലിയായി, നിനക്ക് ഇതുവരെ ഒന്നും ആയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ. എലാൻസിലും മെന്റർഷിപ്പ് കൊടുക്കുന്നത് ഇതിന് സപ്പോർട്ട് കൊടുക്കാനാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ മെന്റർഷിപ്പ് നേരത്തെ പറഞ്ഞ മെന്റർഷിപ്പ് ക്ലാസ് മെന്റേഴ്സ് ആണ്. ഇതിന്റെ പുറമെ അവരുടെ മെന്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്റേണൽ സ്റ്റാഫുകളുണ്ട് ഇവിടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മലയാളികൾ ഫിസിക്കൽ ഹെൽത്തിനെ പിന്നെയും സംസാരിക്കാറുണ്ട്, മെന്റൽ ഹെൽത്തിനെ പറ്റി മലയാളികൾ എത്രത്തോളം അവെയർ ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ എൻവയോൺമെന്റിൽ എലാൻസിന്റെ സിസ്റ്റത്തിൽ നമ്മൾ മെന്റൽ ഹെൽത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റാഫ് തന്നെ ഇവിടെ നമ്മൾ ഹയർ ചെയ്തതിൽ തന്നെ ക്ലാസ് കോർഡിനേറ്റർ പോലെ തന്നെ മെന്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്സ് നമ്മുടെ ടീമിൽ അവൈലബിൾ, സൈക്കോളജി പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ. അതുപോലെ CXO ടോക്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നു തോന്നുന്നു അല്ലേ? നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നടന്ന പ്രോഗ്രാം നമ്മൾ IMA മുംബൈയുമായിട്ട് അവിടെ അലുമിനി IAM മുംബൈ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തത്. അതുപോലെ എവിടേക്ക് ഇതുപോലെ നമ്മൾ പാനൽസിനെ കൊണ്ടുവരാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ നിങ്ങളെ നമ്മുടെ ക്യാമ്പസിലോട്ട് ആക്ച്വലി വെൽക്കം ചെയ്യാണ്. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഹാപ്പി അവർ സ്റ്റുഡൻസ് ആർ എന്നുള്ളത്. അത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എലാൻസ് എക്സ്ട്രാ കോഴ്സസ് കുട്ടികൾക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നു. AI പോലെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഇലാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇലാൻസിന്റെ ഇതിന്റെ ഡയറക്ടർ ബോർഡിലുള്ളവർ അല്ലെങ്കിൽ ഇലാൻസിന്റെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്വാളിഫൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ മേഖലയെല്ലാം പഠിച്ച് ഇറങ്ങിയ ആൾക്കാരാണ്. സോ നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ വർക്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്കുള്ള ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈഡ് ആണ്. അപ്പോൾ അത് നമ്മുടെ കരിക്കുലത്തിലോട്ട് തന്നെ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇലാൻസിൻ്റെ തന്നെ പ്രൈം പ്ലസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ പ്രൈം പ്ലസ് കോഴ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്കെഡ്യൂൾഡ് ആയിട്ട് ഇന്ന ദിവസം നിന്നുള്ള പേപ്പറാണ് പഠിക്കേണ്ടത്, ഇന്ന ദിവസത്തിൽ നിന്നുള്ള ഇന്ന സ്കില്ല് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണുള്ളത്, പ്ലസ് എക്സ്ട്രാ കമ്പ്യൂട്ടർ സ്കിൽസിന് വേണ്ടിയിട്ടുള്ളത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് നമ്മുടെ സിലബസിൻ്റെ അകത്തോട്ട് ഇൻക്ലൂഡാണ്. ഇതിൽ നമ്മൾ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്, ഓഡിറ്റിൻ്റെ എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ UAE ഫോക്കസ് ആയി ചെയ്തുകൊണ്ട് GCC കൺട്രീസിൻ്റെ കോർപ്പറേറ്റ് ടാക്സ്, VAT ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സും എക്സ്പോഷേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഹൗ ടു പ്രസൻറ്റ് yourself ടു എൻ ഓഡിയൻസ് എന്നുള്ളതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് Day 1 ഓൺവേർഡ്സ് അവർക്ക് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്യാമ്പസിനകത്ത് തന്നെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് എപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ടേബിളിൽ നമ്മൾ മീറ്റിംഗ് ഇരിക്കുമ്പോൾ അത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ഉയർത്തി വെക്കുന്നത് നമ്മുടെ ഒരു വാല്യൂ തന്നെയാണത്. ഓക്കെ, അപ്പോൾ എലാൻസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി എന്താ ചെയ്യാൻ പോണേ എന്നുള്ളതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്ന് അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റും. ഹയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇലാൻസിലെ കാൻഡിഡേറ്റ് വേറിട്ട് നിൽക്കണം എന്നുള്ളത്, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഇപ്പം CA ആയാലും CMA ആയാലും ACC ആയാലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എലാൻസിൽ വന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും, എന്താണ് വേണ്ടത് പഠിക്കാനുള്ള ക്ലാരിറ്റിയും അതിൻ്റെ എങ്ങനെ പഠിക്കണമെന്നും അത് തന്നെ വളരെ സമയം കുറച്ചുകൊണ്ട് തന്നെ വളരെ ഹാപ്പിനെസ്സിൽ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാം. ഒരു ക്യാമ്പസിന്റെ അറ്റ്മോസ്ഫിയർ അവർക്ക് എൻജോയ് ചെയ്യാം. ക്യാമ്പസ് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. You are always welcome, either Kochi or Calicut. അവിടെ you have staffs always they are ready to help you. See, നമ്മൾ ഈ കാണുന്ന 3 പേരല്ല നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. We got 100+
ടീച്ചിങ് സ്റ്റാഫ്സ് തന്നെ നമ്മൾ 100+ സ്റ്റാഫ്സ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് ആയിട്ടുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണമെന്നും പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും പിന്നീട് എങ്ങനെ മുന്നോട്ട് പോവാമെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഒരു സാമ്പത്തിക സ്ഥിതി എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഹൈ പ്രൊഫൈലല്ല ഒരുപാട് പേരുള്ളത്, വളരെ ആവറേജിന്റെ താഴെയാണുള്ളത്. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ കുട്ടികളോടും വരാൻ പോകുന്ന പ്രൊഫഷണൽസ് ആണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന 3 പേര്, നമ്മൾ 3 പേരും, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ഇവിടെ 2 പേരും, നമ്മൾ 3 പേരും വന്നിട്ടുള്ളത് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ്. ഇപ്പം ഞാനും ഈ CMA ACC എടുക്കുന്ന സമയത്ത് കൺസൾട്ട് ചെയ്തത് അബീബ് സാറിനെയാണ്. ഓക്കെ, അബീബ് സാർ 15 years എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, സ്വാഭാവികമായിട്ടും അത് ഏജിലോട്ട് പോകും. നമ്മളെ ഇതിനു വേണ്ടി കൊടുത്ത ടൈമും ഡെഡിക്കേഷനും സാക്രിഫൈസും, ഇറ്റ്സ് എവറിത്തിങ് ഇസ് വർത്ത് ഇറ്റ്. യെസ്, ഡെഫിനറ്റ്ലി. നമ്മുടെ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് വേറെ രീതിയിലേക്ക് സെറ്റ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് മോണിറ്ററി, ആരുടെ മുന്നിലാണ് നമ്മൾ ടേബിളിൽ ഇരിക്കുന്നത്. എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരിൽ നല്ല വ്യത്യാസമുണ്ട്. വൺസ് ആഫ്റ്റർ ക്വാളിഫൈങ് ദിസ്, ഞാൻ ഇടപെടുന്ന ക്ലയൻസുകൾ, ഞാൻ ഇടപെടുന്ന ടീം മെമ്പേഴ്സ്, ഇതിലൊക്കെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, മൊത്തം ലോകത്താകെ 2.5 ലക്ഷം പേരെ ACCA പാസ്സായിട്ടുള്ളൂ. നമ്പേഴ്സ് പലപ്പോഴും ഞാൻ കുട്ടികളായിട്ട് എസ്പെഷ്യലി മലയാളി ക്രൗഡിൽ സംസാരിക്കുമ്പോൾ സർ ACC ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു നമ്പറായിട്ട് എടുത്ത് കൊടുക്കാറ്, ACCA ടോട്ടൽ വേൾഡിൽ ക്വാളിഫൈഡ് ആയിട്ട് നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2,50,000 കൂടുതൽ മാത്രമാണ്. 2,50,000+ ആണ്. മറ്റ് 2 കോഴ്സുകളുടെ കാര്യത്തിലും അല്ലെ ലിമിറ്റഡ് നമ്പേഴ്സ്. CMA USA വരുന്ന സമയത്ത് CMA USA കുറച്ചും കൂടി സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ നമ്പേഴ്സ് കുറച്ച് കുറവാണ്. 1 lakh ആണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള. അങ്ങനെ നമ്പേഴ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എത്രമാത്രം. കാരണം 100 വർഷം 1990-ലാണ് IMA സ്റ്റാർട്ട് ചെയ്തത്. 100 വർഷത്തിൽ ഇപ്പുറം 1 lakh മെമ്പേഴ്സ് ആണ് ടിൽ നൗ സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. 2,50,000+ എന്ന് പറയുന്നത് ഈ 1904 തൊട്ടുള്ള നമ്പേഴ്സ്. ആൻഡ് ഓൾസോ ഇക്കണോമി ഈസ് ഗ്രോയിങ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ വിഴിഞ്ഞം സീപോർട്ട് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് thing which is going to come. The day by day you can see the changes in economy, and day by day the relevance of commerce is increasing, and of course in the scope കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. വിഴിഞ്ഞം ഇന്ത്യൻ കോഴ്സ് പറയുമ്പോൾ അവര് I should mention like നമ്മുടെ ഞാൻ ഒരുപാട് തവണ മെൻഷൻ ചെയ്തു GCC കൺട്രീസിന്റെ ഡെവലപ്മെന്റ്സിൽ 2017 എൻഡോട് കൂടിയിട്ടാണ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 2018 ആയിരുന്നു UAE-ലെ വാറ്റിന്റെ ഫസ്റ്റ് ഇയർ വരുന്നത്. പല രാജ്യങ്ങളും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. വരും വർഷങ്ങളിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഏത് ഇയർ ആണെന്നുള്ളത്. അപ്പം എവിടേക്ക് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ കോമേഴ്സ് മേഖലയിലുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കോഴ്സുകളൊക്കെ തന്നെ എല്ലാവരും ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പോപ്പുലർ, CA ആണ് നേരത്തെ പോപ്പുലർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ACCA CMA USA ഒക്കെ ഇപ്പൊ പോപ്പുലർ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കും, ഇതെങ്ങനെ ചൂസ് ചെയ്യണം, എന്താണ് ഞാൻ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതിന് താങ്ക്സ് എല്ലാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.